എം.ആർ. അജിത് കുമാറിനെതിരായ SIT റിപ്പോർട്ടിലെ പരാമർശത്തിൽ നിയമോപദേശം തേടി DGP. ആലപ്പുഴയിലെ രക്ഷാപ്രവർത്തനത്തിൽ ഈ റിപ്പോർട്ടിന് ശേഷം നടപടിയെന്ന സർക്കാർ. നീക്കം അജിത് കുമാറിനെതിരെ നടപടി എടുക്കാനെന്ന സൂചന. വിവരങ്ങളുമായി അമൽ തേനമർമ്മിൽ. അമൽ, വിശദാംശങ്ങൾ. ആലപ്പുഴയിൽ നടന്ന രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട കേസിൽ എം.ആർ. അജിത് കുമാറിന്റെ പേരുകൂടി പരാമർശിച്ചായിരുന്നു ഷൗക്കത്ത് അലിയുടെ റിപ്പോർട്ട് ഉണ്ടായിരുന്നത്. ആ റിപ്പോർട്ട് ആഭ്യന്തര വകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തു. ആ റിപ്പോർട്ടിന്മേൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്ന കാര്യത്തിലാണ് ഇനിയിപ്പോൾ തീരുമാനമുണ്ടാകേണ്ടത്. അക്കാര്യത്തിൽ നിയമോപദേശം തേടിയിരിക്കുകയാണ് DGP. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ ആലപ്പുഴ രക്ഷാപ്രവർത്തനത്തിലെ കേസ് അട്ടിമറിച്ചത് അജിത് കുമാർ കൂടി ഇടപെട്ടാണ് എന്നുള്ള തരത്തിൽ ചില മൊഴികളുണ്ട് എന്നുള്ളതാണ് പുറത്തു വന്നിരുന്ന വാർത്തകൾ. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അതിനുശേഷമാണ് അന്വേഷണ റിപ്പോർട്ടിന്മേലാണ് ഇപ്പോൾ ഒരു നിയമോപദേശം ഉണ്ടായിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, എം.ആർ. അജിത് കുമാർ ഇനിയിപ്പോൾ DGP സ്ഥാനത്തേക്ക് പ്രൊമോഷൻ ലഭിക്കേണ്ട ഒരു ഉദ്യോഗസ്ഥനാണ്. നിതിൻ അഗർവാൾ ഫയർഫോഴ്സിന്റെ മേധാവി സ്ഥാനത്ത് നിന്നും ഉയരുമ്പോൾ എം.ആർ. അജിത് കുമാറിനെ പരിഗണിക്കുന്നു. എം.ആർ. അജിത് കുമാർ DGP ആകും എന്നുള്ള തരത്തിലാണ് ഇപ്പോഴത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതിനിടയിലാണ് ഒരു നിയമോപദേശം തേടി മുന്നോട്ട് പോകാനുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്നും DGPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള നിയമപ്രശ്നങ്ങൾ അല്ലെങ്കിൽ കോടതിയിലേക്ക് പോകുമ്പോൾ എം.ആർ. അജിത് കുമാറിനെതിരെയുള്ള മൊഴിയെ മുൻനിർത്തി അജിത് കുമാറിനെതിരെയുള്ള നീക്കങ്ങൾ സജീവമാക്കാം എന്നൊരു തീരുമാനമാണ് ഉണ്ടാകുന്നത് എങ്കിൽ ഈ പ്രൊമോഷൻ നടപടിയിലടക്കം അത് ബാധിക്കും എന്നുള്ളതാണ്. തോമസ് അടക്കം ജുവൽ കുര്യാക്കോസ് അടക്കമുള്ള ആളുകൾ കരികുടി കാണിക്കുകയും അതിനുശേഷം രക്ഷാപ്രവർത്തനം എന്ന മുഖ്യമന്ത്രി പേരിട്ട് വിളിച്ച ഈ ആക്രമണം ഉണ്ടാകുകയും ചെയ്തു. മുഖ്യമന്ത്രിയുടെ ഗവൺമെന്റ്മാരായിരുന്ന ഉദ്യോഗസ്ഥരാണ് അന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ വളഞ്ഞിട്ട് മർദ്ദിച്ചത്. അതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഇതിനെ രക്ഷാപ്രവർത്തനം എന്ന് വിശേഷിപ്പിക്കാനാണെന്ന് അന്നത്തെ മുഖ്യമന്ത്രി ഇന്നത്തെ പ്രതിപക്ഷ നേതാവ് തയ്യാറായത്. പക്ഷേ അത്ര തെളിവുണ്ടായിട്ട് പോലും അന്ന് ആ കേസിൽ കാര്യമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞിരുന്നില്ല. ആ കേസിൽ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുന്നത് പോലും ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷമാണ്. അന്ന് കേസ് അട്ടിമറിക്കുന്നതിന് പിന്നിൽ എം.ആർ. അജിത് കുമാറിന്റെ കൃത്യമായ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മൊഴിയായി എത്തിയത്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ആ റിപ്പോർട്ട് ഷൗക്കത്ത് അലി ആണ് തയ്യാറാക്കിയത്. ആ റിപ്പോർട്ടിൽ എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിലായിരിക്കും ഇനിയിപ്പോൾ നിയമോപദേശം തേടിയ ശേഷം DGP തീരുമാനമെടുക്കും.